കഥയെ ആരംഭിക്കുന്നത് ശശിധരൻ എന്നു പേരുള്ള അമ്പല കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ശശിധരൻ ചെറിയൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അന്ന് അവരുടെ അമ്പലത്തിൽ ഉത്സവം അരങ്ങേറുന്ന സമയമായിരുന്നു. തെയ്യവുമുണ്ട്. തെയ്യത്തിന്റെ ചടങ്ങുകൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോ തെയ്യം കിണറ്റിൽ വീണു. എല്ലാവരും ചേർന്ന് തെയ്യത്തെ പൊക്കിയെടുത്തു. താഴേക്കാവില് പുനരുദ്ധാരണം നടത്താം എന്ന് പറഞ്ഞ് വലിപ്പിക്കുവല്ലേ, അതിനുള്ളതായി എനിക്കിട്ട് കിട്ടിയത്. ഇനിയും വൈകിയ എല്ലാവർക്കും കിട്ടും എന്നാ ദേവി എന്നോട് പറഞ്ഞ് എന്നായിരുന്നു കേറി വന്ന തെയ്യം എല്ലാവരോടുമായി അറിയിച്ചത്. കമ്മിറ്റി സെക്രട്ടറിയായ ശശിധരനും മധുവും അത് കേട്ടൊന്ന് ഞെട്ടുന്നുമുണ്ട്. ശശിധരന്റെ കുടുംബത്തിൽ കുറച്ചധികം അംഗങ്ങളുണ്ട്. ശശിധരന്റെ അച്ഛൻ ഭരതൻ വളരെ കർക്കശക്കാരനായ, ആരോടും തന്നെ വലിയ സ്നേഹത്തിലൊന്നും ഇടപഴകാത്ത ഒരു പ്രത്യേകതരം മനുഷ്യനായിരുന്നു. റിട്ടയർഡായി ഇപ്പോ വീടും പറമ്പും ഒക്കെ നോക്കി ജീവിക്കുന്നു. ശശിധരന്റെ മൂത്ത ചേച്ചിയായ ശാന്തിയും ഭർത്താവ് അശോകനും തറവാട്ട് വീട്ടിൽ തന്നെയാണ് താമസം. അവരുടെ മക്കളും അവിടെ തന്നെയുണ്ട്. ശശിധരൻ ഒരു കമ്പനി ജോലിക്കാരനാണ്. ശശിധരന്റെ അമ്മ സരസ്വതി ഒരു സാധാരണ വീട്ടമ്മയായ സ്ത്രീ. പിന്നെ ഒരു അനിയനുണ്ട്, അരുൺ ഘോഷ്. പഠിത്തത്തിൽ ഉഴപ്പനായ, കോഴ്സുകളിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ. ആയിടയ്ക്കാണ് അവരുടെ കുടുംബത്തിലേക്ക് ഒരു പ്രശ്നം വരുന്നത്. മറ്റൊന്നുമല്ല, ശശിധരന് മറ്റൊരു സഹോദരി കൂടിയുണ്ട്. ശ്രീലത എന്നാണ് അവളുടെ പേര്. ലതയുടെ ഭർത്താവ് ഗോപൻ തിയേറ്ററിൽ ജോലി നോക്കുകയായിരുന്ന ഗോപന്റെ ജോലി നഷ്ടപ്പെട്ടു. നിലവിൽ സ്വന്തം വീട്ടിലേക്ക് പോവാൻ മടിച്ച ഗോപൻ ലതയ്ക്കൊപ്പം തറവാട്ട് വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അക്കാര്യം ചേച്ചിയെയും ശശിയെയും വിളിച്ച് ലത പറയുകയും ചെയ്തു. പക്ഷേ ഇത് അച്ഛനടുക്കൽ ആരവതരിപ്പിക്കും എന്നൊരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ആ ദൗത്യം അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോ താൻ അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ശശി തന്നെ ഏറ്റെടുത്തു. പിന്നാലെ അന്ന് അമ്പല കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എന്ന് പറയുമ്പോ ഒരുപാട് ആളുകളൊന്നുമില്ല. 4 പേർ. സെക്രട്ടറിയായ ശശി, മധു, പ്രസാദ്, സുഭാഷ് എന്നീ വ്യക്തികൾ. അതിൽ സുഭാഷ് ഇത്തിരി പ്രശ്നക്കാരനാണ്. ആളൊരു ഗോസിപ്പ് പാർട്ടിയാണ്. നാട്ടിലെ ഏത് വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിലും അത് BBC പോലെ വിളിച്ചു പറയുന്നൊരുത്തൻ. അതുകൊണ്ട് തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സുഭാഷിനോട് ആർക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് കമ്മിറ്റി ചേർന്നതിന് ഒരു പ്രധാന അജണ്ടയുണ്ട്. കീഴേക്കാവിന്റെ പുനരുദ്ധാരണം നടത്തണം. അതിന് ഫണ്ട് വേണം. പിരിവ് നടത്തിയാലൊന്നും കാര്യം നടക്കില്ല. ശശിയായിരുന്നു ഐഡിയ മുമ്പോട്ട് വെച്ചത്. ഈ ക്രിസ്ത്യാനികളുടെ വീട്ടിലൊക്കെ വെഞ്ചിരിപ്പും മറ്റും നടത്തുന്ന പോലെ പ്രശ്ന പരിഹാര പൂജ എന്ന മട്ടിൽ വെളിച്ചപ്പാടിനെ കയറ്റി തുള്ളിക്കുന്ന തരത്തിൽ എല്ലാ വീടുകളിലും ഒരു പൂജാ പരിപാടി. 10,000 രൂപ ചെലവ്. സന്തോഷവും സമാധാനവുമില്ലാത്ത വീട്ടിൽ അത് നടത്തിയ വീട്ടിലതൊക്കെ തിരികെ വരും എന്ന തരത്തിൽ നോട്ടീസൊക്കെ അടിച്ച് ഒരു പ്രചാരണവും അങ്ങ് നടത്തി അതുവഴി പണം സമ്പാദിക്കാം എന്നതായിരുന്നു അവരുടെ തന്ത്രം. കമ്മിറ്റിക്കും കൈയിട്ട് വരാൻ പറ്റുന്ന പരിപാടിയാണ് എന്ന് കണ്ടതും അവർ 4 പേരും ചേർന്ന് കൈയടിച്ചതങ്ങ് പാസ്സാക്കുന്നു. പക്ഷേ ഇത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കണമല്ലോ. അതിന് ആദ്യഘട്ടത്തിൽ കമ്മിറ്റിയിലുള്ളവരുടെ വീട്ടിൽ തന്നെ പൂജയങ്ങ് സംഘടിപ്പിച്ചേക്കാം എന്നൊരു തീരുമാനവും അവർ എടുക്കുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അച്ഛനായ ഭരതൻ വളരെ ഗൗരവത്തിലുമാണ്. ചിക്കൻ കറി കൂട്ടാത്ത ഭരതൻ പരിപ്പ് കറി ചോദിച്ചു വാങ്ങി കഴിച്ചു. ആ സമയത്താണ് ഗോപന്റെയും ലതയുടെയും കാര്യം ശശി അച്ഛനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അച്ഛൻ ശാന്തമായി അത് കേട്ടു. ഗോപന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാനുണ്ടെന്നും നമ്മളെ സഹായിക്കണം എന്ന തരത്തിലും കൂടി ശശി സംസാരിച്ചു. ഒക്കെ കേട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്ന അച്ഛൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ നാട്ടിലെ അവരുടെ പൂജ പരിപാടികൾ ആരംഭിച്ചിരുന്നു. വീടുകളിൽ വെളിച്ചപ്പാടെത്തി തുള്ളാൻ തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ശശിക്ക് ആ ഫോൺ വരുന്നത്. അച്ഛന് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലായെന്നായിരുന്നു കോൾ. ശശി ഉടനടി ആശുപത്രിയിലേക്ക് എത്തി. അളിയനെയും സഹോദരിയും കണ്ട് സംസാരിച്ച ശേഷം ഡോക്ടറെ കണ്ടു. സ്ട്രോക്ക് വന്നതാണെന്നും ഒരു വശം പാരലൈസ്ഡ് ആയി പോയെന്നും കോംപ്ലിക്കേറ്റഡ് ആണെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അച്ഛൻ ICUവിലായിരുന്നു. കാര്യങ്ങൾ നോക്കുവാൻ ശാന്തി ആശുപത്രിയിൽ നിന്നു. ഓരോ ദിവസവും വീട്ടിൽ നിന്ന് അച്ഛനുള്ള കഞ്ഞിയും ലതയ്ക്കുള്ള കഞ്ഞിയുമായി ശശി ആശുപത്രിയിൽ പോരും. നേരെ തിരികെ വരും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. വൈകാതെ ലതയും ഗോപനും കൂടി വീട്ടിലേക്ക് വന്നു. ഗോപനുമായി ശശി സംസാരിച്ചു. 3 മാസം കഴിയുമ്പോ തൈക്കാട് സ്കൂളിൽ ഒരു പ്യൂൺ വേക്കൻസി വരുന്നുണ്ടെന്നും NSS വഴിയൊന്ന് പുഷ് ചെയ്ത് ആ ജോലി കിട്ടുമെന്ന് ശ്രമിക്കുന്നുണ്ടെന്നും ഗോപൻ ശശിയോട് പറഞ്ഞു. കുളിക്കാൻ വേണ്ടി മാറി അടുക്കളയിലേക്ക് എത്തിയ ശശിയോട് അമ്മ കാര്യമായി സംസാരിച്ചു. ഇപ്പോ അച്ഛൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ഗോപനെ ഇവിടെ നിർത്താം. അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വന്ന പിന്നെയും ഗോപനെ ഇവിടെ കണ്ട ആൾക്കാരൊക്കെ ഓരോന്ന് പറയും. അതുകൊണ്ട് എത്രയും വേഗം ഈ ഗോപൻ എന്തെങ്കിലും ശരിയാക്കി കൊടുക്കണം. ഞാൻ നോക്കുന്നുണ്ടമ്മ, ശശി പറഞ്ഞു. നോക്കിയാ പോരാ, പിള്ളേരായില്ലേ എന്ന ചോദ്യം കേട്ട് ചെവി തഴമ്പിച്ചതാ. ഇനിയിപ്പോ ജോലിയും പോയി വീട്ടിൽ നിൽക്കുവാണെന്നറിഞ്ഞ നാട്ടുകാർക്ക് പറയാൻ അത് മതി. നാണക്കേട് നമുക്കാ. ഇതൊക്കെ ആലോചിച്ചുള്ള വേവലാതി അച്ഛനും ഉണ്ടായിരുന്നു. സരസ്വതി പറഞ്ഞതും ശശി ചോദിച്ചു, അച്ഛൻ അങ്ങനെ വല്ലതും അമ്മേനോട് പറഞ്ഞോ? ഏയ്, എന്തിനു പറയണം, ഇത്രയും കൊല്ലമായിട്ട് കൂടെ ജീവിക്കുന്നതല്ലേ. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം എന്നായിരുന്നു സരസ്വതി പറഞ്ഞത്. അടുത്ത ദിവസം ശശി ആശുപത്രിയിൽ പോകുമ്പോ പ്രസാദ് വിളിച്ചു. ബാക്കിയുള്ളവരുടെ വീട്ടിലെ പൂജകൾ ഓക്കെയായെന്നും ശശിയുടെ വീട്ടിലെപ്പോഴാണ് നടത്തേണ്ടതെന്നും ചോദിച്ചു. ആശുപത്രി കേസാണെന്നും ഇപ്പോ ശരിയാവില്ലെന്നും പറഞ്ഞ് ശശി ഒഴിഞ്ഞു മാറി. അവരുടെയൊക്കെ വീടുകളിലെ പൂജ പൂർണ്ണമായി കഴിയട്ടെ, അപ്പോഴേക്കും അച്ഛൻ
ഡിസ്ചാർജായി വരും, എന്നിട്ട് വീട്ടിൽ പൂജ ചെയ്യാം എന്നായിരുന്നു ശശി പറഞ്ഞത്. അന്ന് രാത്രിയിൽ ഡോക്ടർ ശശിയെ വിളിച്ചു. അച്ഛന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്നും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളൂ, പതിയെ ഓരോരുത്തരായി വന്ന് അറിയാത്ത രീതിയിൽ അച്ഛനെ കണ്ടുപോക്കോളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ശശിക്ക് അത് കേട്ട് ദുഃഖം വന്നിരുന്നു. അപ്പോഴാണ് അമ്മ വന്നത്. പറമ്പിൽ പോകുമ്പോ കൊടപ്പം കിട്ടുവാണെ പൊട്ടിച്ചുകൊണ്ടുവാ, അച്ഛനത് വലിയ ഇഷ്ടമാ, തോരൻ വെച്ച് കൊടുത്തുവിടാം എന്ന് പറയാനായിരുന്നു അമ്മ എത്തിയത്. അച്ഛനെ കാണാൻ അമ്മ വരുന്നുണ്ടോ എന്ന് ഇമോഷണലായി അവൻ ചോദിച്ചു. ഏയ് വേണ്ടെന്നേ, വീട്ടിലേക്ക് വരുമ്പോ ഞാൻ കണ്ടോളാം, എനിക്ക് അങ്ങനെ കിടപ്പ് കാണാൻ പറ്റില്ലെന്നേ എന്നായിരുന്നു അമ്മ മറുപടി പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ കാര്യം അമ്മയോട് പറയുവാൻ ശശിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ശശിയുമായി ഡോക്ടർ അച്ഛനടുത്തെത്തി. ഡോക്ടർ പോയതും ശശിയോട് അച്ഛൻ താൻ പറയാൻ വെച്ചിരുന്ന കാര്യം പറഞ്ഞു. നിങ്ങളോടൊക്കെ ഞാൻ മുരടനായിരുന്നില്ലേ, എനിക്ക് എല്ലാരെയും ഒരുമിച്ച് കാണണമെന്നുണ്ടടാ. ഈ ചില്ലിന്റെ അപ്പുറത്ത് നിന്ന് നോക്കുന്ന പോലല്ല, നമ്മുടെ തറവാട്ടിൽ വെച്ച് ഞാൻ ശാന്തിയുടെ മക്കളെ എടുക്കുകയോ പുന്നാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ, ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല. ഇപ്പോ അതൊക്കെ ചെയ്യാൻ തോന്നുക. കുറെ നാളുകൂടി ഇങ്ങനെ പോവുന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോ അതൊന്നുമില്ല. ആ കോൺഫിഡൻസ് കളയൊന്നും വേണ്ട, ഒന്ന് സുഖമായ നമുക്ക് വീട്ടിലേക്ക് പോവാം ശശി പറഞ്ഞു. പിന്നാലെ അച്ഛനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ശശി തിരികെ പോവാൻ തുടങ്ങിയപ്പോഴേക്കും ശശിയെ വിളിച്ചു നിർത്തി അച്ഛനൊരു കാര്യം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ശശി ഞെട്ടിത്തെറിച്ചു പോകുന്നൊരു കാര്യം. എന്റെ കാലം കഴിയാറായെന്ന് ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം. എനിക്ക് കാണുവാൻ രണ്ടുപേരെ കൂടി നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ണടയുന്നവരെ അവരെയും കാണണം എനിക്കിവിടെ. ആരായെന്ന് ശശി ചോദിച്ചതും അച്ഛൻ പറഞ്ഞു, ശ്രീകണ്ഠാപുരത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ 30 കൊല്ലമായി ഞാനൊരു കുടുംബത്തെ കൂടി നോക്കുന്നുണ്ട്. രുക്മിണി എന്ന സ്ത്രീയും എന്റെ മകനും. തന്റെ അച്ഛന് ശ്രീകണ്ഠാപുരത്ത് മറ്റൊരു ഭാര്യയും മകനും കൂടിയുണ്ട് എന്നത് ശശിയെയും മറ്റുള്ളവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. വീട്ടിൽ തന്നെ അതിനെപ്പറ്റി ചർച്ച വന്നു. അമ്മ ദേഷ്യം കൊണ്ടു. പക്ഷേ അച്ഛന്റെ അവസാന ആഗ്രഹമാണല്ലോ. ശശിയും അളിയന്മാരും ലതയും കൂടി കൂടിയാലോചിച്ചു. എന്തായാലും അധികകാലം അച്ഛനുണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവസാന ആഗ്രഹമല്ലേ, ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചേരെ. ആരെങ്കിലും കണ്ട് ചോദിച്ചാ നമ്മുടെ ബന്ധുവാണെന്നോ മറ്റോ പറഞ്ഞാ മതി എന്ന തരത്തിൽ അവർക്കിടയിൽ സംസാരം വന്നു. അങ്ങനെ തീരുമാനത്തിനൊടുവിൽ ശശി ശ്രീകണ്ഠാപുരത്തേക്ക് പുറപ്പെട്ടു. അച്ഛൻ പറഞ്ഞ അഡ്രസ്സിലെത്തി. അച്ഛന്റെ മറ്റൊരു ഭാര്യയായ രുക്മിണി അവിടെ ഉണ്ടായിരുന്നു. രുക്മിണിയോട് ശശി സ്വയം പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു. സ്വന്തം നാടും നാട്ടുകാരെയും അടക്കം അച്ഛൻ അവിടെ മാറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ശശി മനസ്സിലാക്കി. ആ സമയത്താണ് അച്ഛൻ ഊട്ടിയിൽ ടൂർ പോയൊരു ഫോട്ടോയും അവിടെ ഭിത്തിയിൽ ശശി കാണുന്നത്. ശശി അവിടെ നിൽക്കെ വാതിൽ തുറന്നൊരു പയ്യൻ കയറി വന്നു. അരുണിന്റെ അതേ രൂപമുള്ള മറ്റൊരു പയ്യൻ. അരുണാണെന്നായിരുന്നു ശശി ആദ്യം തെറ്റിദ്ധരിച്ചത്. പിന്നാലെയാണ് മനസ്സിലായത് രുക്മിണിയിൽ അച്ഛന് ജനിച്ച മകൻ അജയ് ആണതെന്ന്. വൈകാതെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. മണിക്കൂറുകൾക്കപ്പുറം ആശുപത്രിയിൽ ഭരതന്റെ വിവരമൊക്കെ അന്വേഷിക്കുവാനും കാണുവാനും നാട്ടുകാരൻ സുഭാഷ് എത്തിയിരുന്നു. പ്രശ്നക്കാരനായ സുഭാഷ് ശശി എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോ കൃത്യം കാര്യം പറയാതെ ശാന്തിയും അവിടെ ഉണ്ടായിരുന്ന അരുണും ഒഴിഞ്ഞു മാറി. തന്റെ പതിവ് രീതിയിൽ ഈ ആശുപത്രിയിലെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ മെഡിസിറ്റിയിലേക്ക് ഭരതൻ ചേട്ടനെ മാറ്റാമായിരുന്നു എന്നൊക്കെ സുഭാഷ് പറയുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞതും ശാന്തിയും മറ്റും സുഭാഷിനോട് പൊക്കോളാൻ പറഞ്ഞു. സുഭാഷ് അങ്ങനെ അച്ഛനെയും കണ്ട് പോവാൻ വേണ്ടി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിന്റെ ഏറ്റവും ഉള്ളിലേക്ക് അയാൾ പെട്ടുപോയിരുന്നു. അപ്പോഴായിരുന്നു അച്ഛന്റെ രണ്ടാം കുടുംബത്തെയും കൊണ്ട് ശശി അങ്ങോട്ടേക്ക് എത്തുന്നത്. സുഭാഷ് ലിഫ്റ്റിൽ നിന്ന് ശശിയെ വിളിച്ചെങ്കിലും ശശി അത് മൈൻഡാക്കാതെ സുഭാഷ് കണ്ടാൽ പ്രശ്നമാവും എന്നുള്ളതുകൊണ്ട് വേഗം മുമ്പോട്ട് പോയി. പക്ഷേ ശശിക്കൊപ്പം വന്ന അജയനെ കണ്ടതും സുഭാഷിന് സംശയം തോന്നിയിരുന്നു. ലതയ്ക്കും അരുണിനും മുമ്പിലേക്ക് രുക്മിണിയും അജയനും വന്നു നിന്നു. അജയനെ കണ്ട് അരുണും ലതയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. നാട്ടുകാരൊന്നും അറിയാതെ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നവർ പ്രതീക്ഷിച്ചിടത്താണ് അരുണിന്റെ അതേ പതിപ്പുള്ള അജയൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോ ആരെങ്കിലും കണ്ട ഒറ്റയടിക്ക് അച്ഛന്റെ ജാരസന്തതിയാണ് അവനെന്ന് മനസ്സിലാവും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. രുക്മിണിയും അജയനും ഐസ്യുവിന് മുമ്പിൽ വന്ന് ഭരതനെ കണ്ടു. അവരെ കണ്ടപ്പോ ഭരതനും ആശ്വാസം തോന്നി. ഇതേസമയം താഴെ പോയിരുന്ന സുഭാഷ് സംശയം തോന്നി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കിട്ടിയ അവസരമായി നോക്കിക്കണ്ട് വീണ്ടും മുകളിലേക്ക് ആശുപത്രിക്കകത്തേക്ക് കയറി ചെന്നു. ഭാഗ്യവശാൽ അരുണാ സമയം ഉണ്ടായിരുന്നില്ല. അജയനെ കണ്ടതും അവനെ രൂക്ഷമായൊന്ന് നോക്കിയ സുഭാഷ് രുക്മിണി ആരാണ് എന്ന തരത്തിൽ ശശിയോട് ചോദിച്ചു. ചെറിയമ്മയാണെന്ന് പറഞ്ഞ് ശശി അഡ്ജസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ അച്ഛനെ നോക്കുവാൻ രുക്മിണിയും അജയനും നിന്നതോടെ ശാന്തി വീട്ടിലേക്ക് പോന്നു. വീട്ടിലൊന്ന് വലിയ ചർച്ച തന്നെ നടക്കുകയാണ്. കാര്യങ്ങൾ പുറത്തിറങ്ങാൽ നാണക്കേടാണല്ലോ, അതുകൊണ്ട് ആരും അറിയാതിരിക്കാൻ അരുണിനോട് വീടിന് പുറത്തിറങ്ങരുതെന്നും ആശുപത്രിയുടെ വശത്തേക്ക് വരെ പോയേക്കരുത് എന്നും എല്ലാവരും ചേർന്ന് ചട്ടം കിട്ടുകയാണ്. പോരാത്തതിന് അരുണിനുണ്ടായിരുന്ന ചെറിയൊരു താടി ശശിയും അളിയന്മാരും ചേർന്ന് വടിച്ചു മാറ്റുകയും അജയന്റെ അതേ രൂപത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ശാന്തിക്കാണെങ്കിൽ ഈ വിവരങ്ങൾ അറിഞ്ഞതോടെ വലിയ ദേഷ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിൽക്കുവാൻ ശാന്തി തയ്യാറായില്ല. അതോടെ ആ ദൗത്യം ലതയും ഗോപനും ഏറ്റെടുത്തു. ഇതേസമയം കമ്മിറ്റി കാര്യങ്ങളുമായി മധുവും സുഭാഷും പ്രസാദും കൂടുകയായിരുന്നു. പ്രസാദ് പോയതും മധുവും സുഭാഷും സംസാരിച്ചു. ആശുപത്രിയിൽ വെച്ച് അരുണിനെ പോലെ മറ്റൊരുത്തിനെ കണ്ട് തന്റെ സംശയകാര്യവും ശശിയോട്
ശശിയുടെ അച്ഛൻ ഭരതന് ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ എന്ന തരത്തിലുള്ള തന്റെ സംശയങ്ങളുമൊക്കെ സുഭാഷ് മധുവിനോട് ചോദിച്ചതും മധു സുഭാഷിനോട് ദേഷ്യപ്പെട്ടു. നിന്റെ ഈ തൊഴുത്തിക്കുത്ത് സ്വഭാവമായിട്ട് നടന്ന എവിടെന്ന് അടിവന്നെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു മധു സംസാരിച്ചത്. എന്തായാലും അധികം വൈകാതെ മധുവിന്റെ ഫോൺ കോൾ ശശിയെ തേടിയെത്തി. വീട്ടിൽ പൂജ നടത്തണ്ടേ എന്ന് ചോദിക്കാനായിരുന്നു അത്. അച്ഛന്റെ അവസ്ഥ ക്രിട്ടിക്കലാണെന്നും ഇപ്പോ ശരിയാവില്ല, പിന്നെ നടത്താമെന്നും പറഞ്ഞ് ശശി ഒഴിഞ്ഞു മാറി. പക്ഷേ പിന്നാലെയാണ് വലിയൊരു സംഭവം നടക്കുന്നത്. ഭരതന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടു. വാർഡിലേക്ക് മാറി 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം എന്നും ഡോക്ടർ പറഞ്ഞു. ശശിയും ഭരതനും അത് കേട്ടൊന്ന് ഞെട്ടിയിരുന്നു. അച്ഛൻ ഓക്കെയായതും രുക്മിണിയോടും അജയനോടും തിരികെ പൊക്കോളാൻ ശശിയും കുടുംബവും ആവശ്യപ്പെട്ടെങ്കിലും രുക്മിണിയും അജയനും അതിന് തയ്യാറായില്ല. ഈ അവസ്ഥയിൽ അച്ഛനെ ഇട്ടിട്ട് പോയ അവരൊക്കെ നോക്കോ എന്നറിയില്ല എന്ന തരത്തിലൊക്കെ രുക്മിണി സംസാരിച്ചു. ഒടുവിൽ രുക്മിണിയോട് നിന്ന് അജയനോട് മാത്രം പൊക്കോളാൻ പറഞ്ഞെങ്കിലും അമ്മയെ വിട്ട് പോവില്ലെന്ന് അജയനും തീർത്തു പറഞ്ഞു നിന്നു. വേണമെങ്കിൽ പുറത്തു താമസിച്ച് ഡെയിലി വീട്ടിൽ വന്ന് അച്ഛനെ പരിചരിച്ചിട്ട് പൊക്കോളാം എന്ന് രുക്മിണി പറഞ്ഞപ്പോ ശശി ഞെട്ടിത്തെറിച്ചു. അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് ശശി തീർത്തു പറഞ്ഞു. നാട്ടുകാരറിഞ്ഞ് നാണം കെടാൻ ശശിക്കും കുടുംബത്തിനും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒടുവിൽ രുക്മിണിയെയും മകനെയും വീട്ടിൽ തന്നെ താമസിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്ത് ഭരതനെ കൊണ്ടുവന്നപ്പോ രുക്മിണിയും അജയനും കൂടി തറവാട്ട് വീട്ടിലേക്കെത്തി. സരസ്വതി അല്പം ഗൗരവത്തിലായിരുന്നു രുക്മിണിയെ നോക്കിക്കൊണ്ടിരുന്നത്. ശാന്തിക്കും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അകത്തേക്ക് കൊണ്ടുപോകാൻ നേരം ഭരതൻ മക്കളെയും സരസ്വതിയെ നോക്കി ചിരിക്കാൻ നോക്കിയെങ്കിലും അവരുടെ മുഖത്തെ ഗൗരവവും മറ്റും ഭരതന് മനസ്സിലാവുമായിരുന്നു. താനാകെ പെട്ടെന്ന് ഭരതന് മനസ്സിലായി. ഇതേ സമയം രുക്മിണിയും അജയനും പുറത്തു നിൽക്കുകയാണ്. അരുണാണ് പുറത്തു നിൽക്കുന്നതെന്ന് കരുതി അരുണിന്റെ കൂട്ടുകാർ ഗേറ്റിന് പുറത്തു വന്ന് അരുണെന്ന പോലെ അജയനോട് സംസാരിക്കാൻ തുടങ്ങി. കാര്യം പ്രശ്നമാവുമെന്ന് കണ്ടതും ശശി തന്നെ വന്ന് രുക്മിണിയെയും അജയനെയും വീട്ടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. തട്ടിമ്പുറത്തുള്ള അരുൺ താമസിച്ചിരുന്ന ഇടം അവർക്ക് താമസിക്കാനായി ശശി കൊടുത്തു. അവിടെ നിന്ന് മാറുന്നതിനു മുമ്പ് അവരോട് വീട് വിട്ട് അധികം പുറത്തു പോവരുതെന്നും ജനലും വാതിലുമൊക്കെ അടച്ചിടണേ എന്നും പ്രത്യേകം ശശി പറയുന്നുണ്ട്. ഞങ്ങള് കാരണം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നായിരുന്നു രുക്മിണി അവരോട് പറഞ്ഞത്. പിന്നാലെ ശശിയും വീട്ടുകാരും വട്ടം കൂടി കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛനോടിപ്പോ ഒരു തരത്തിലുള്ള റിവെഞ്ചും കാണിക്കരുത്. നമ്മൾ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതിയ അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ അച്ഛനെ നോക്കിയ അവരങ്ങ് പൊക്കോളും. പിന്നെ കുറച്ചു നാളത്തേക്ക് നമ്മുടെ ബന്ധുക്കൾ മുതല് ആരും തന്നെ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തി പോവരുത്. ഈ വിവരം പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. ഇതേ സമയം സുഭാഷ് ആകട്ടെ പ്രശ്നമുണ്ടാക്കാൻ കിട്ടുന്ന അവസരമായതുകൊണ്ട് ഒന്നുകൂടി ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോഴാണ് ഡിസ്ചാർജ് ആയെന്ന് അറിയുന്നത്. വീട്ടിൽ വന്ന് ഭരതേട്ടനെ കാണട്ടെ എന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നും അച്ഛന് റെസ്റ്റ് ആണെന്നും ശശി പറഞ്ഞു. സുഭാഷിന് അത് കൂടുതൽ സംശയമുണ്ടാക്കി. രാത്രി വരെ ഉറക്കമില്ലാതെ സുഭാഷ് ഓരോന്ന് കിടന്ന് ആലോചിച്ചു. അന്ന് അജയനും രുക്മിണിക്കും ഭക്ഷണവുമായി പോയത് അരുണായിരുന്നു. അരുണിനെ കണ്ട് അജയനാണെന്നാണ് രുക്മിണി ആദ്യം തെറ്റിദ്ധരിച്ചത്. പക്ഷേ അരുൺ താൻ ആരാണെന്ന് പറഞ്ഞു. സരസനായ അരുൺ വളരെ കാഷ്വലായിട്ടായിരുന്നു അവരോട് ഇടപെട്ടത്. അവരോട് പെട്ടെന്ന് തന്നെ അരുൺ സൗഹൃദത്തിലാവുകയും ചെയ്തു. അരുണ് മാത്രം അവരോട് ഒരു ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നുമില്ല. അജയൻ അരുണിന് ഒരു കമ്പനി കിട്ടിയ മട്ടിലായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനായിരുന്നില്ല. കാര്യങ്ങൾ പുകയാൻ ആരംഭിച്ചു. ഭരതന് ഒരുപാട് സ്ഥലവും പുരയിടവുമൊക്കെ ഉണ്ട്. അതിലെ ആദായം കൊണ്ടായിരുന്നു കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. രുക്മിണിയും മകനും കൂടി ഉണ്ടെന്നറിഞ്ഞതോടെ സ്വത്തിന്റെ കാര്യത്തിൽ എങ്ങനെ വിഷയം വരും എന്നതിനെപ്പറ്റിയൊക്കെ ചർച്ച വന്നു. ഗോപനാണെങ്കിൽ സ്കൂളിലെ ജോലിക്ക് 25 ലക്ഷം രൂപ കൊടുക്കണം. ശശി തീർത്തു പറഞ്ഞു. അവർക്കൊരു സ്വത്തും കൊടുക്കില്ല. അവർക്ക് വേണമെങ്കിൽ അവരുടെ നാട്ടിൽ അച്ചമ്പലത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതവരെടുത്തോട്ടെ. ഇത് മുഴുവൻ നമുക്കുള്ളത് തന്നെയാ. അങ്ങനെ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരച്ഛന്റെ ഭാര്യയാണ്. നമ്മുടെ അമ്മയാണ് സീനിയർ എന്ന് തെളിയിച്ച ചിലപ്പോ കാര്യങ്ങൾ നടക്കും. അതിന് വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് ഗോപൻ പറഞ്ഞതോടെ എല്ലാവരും വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് തിരയാൻ തുടങ്ങുകയാണ്. രുക്മിണിയുടെ വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ കാര്യവും വിവാഹ ഫോട്ടോയുടെ കാര്യവും ശശി അവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. വീട് മുഴുവൻ ഏവരും തിരഞ്ഞു. പക്ഷേ സരസ്വതിയും ഭരതനും തമ്മിലുള്ള വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റോ ഫോട്ടോയോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഭരതൻ തന്നെ ശശിയോട് എന്തായി നോക്കുന്നതെന്ന് തരത്തി ചോദിച്ചപ്പോ ഭരതൻ അച്ഛനോട് എന്തിനാ ഏതിനാന്നൊന്നും അന്വേഷിക്കണ്ട, അച്ഛന്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് അത് പഴയ കാലത്തിലല്ലായിരുന്നോടാ, അന്ന് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഒരു വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റും എടുത്തിട്ടില്ല. വിവാഹ ഫോട്ടോ പോലും എടുക്കാതെ അവളെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു എന്നച്ഛൻ പറയുന്നത്. ശശി ആകെ ഷോക്കായി പോയി. ശശി ചെന്ന അമ്മയോടും മറ്റുള്ളവരോടും ആ കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുമെന്നറിയാതെ അവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. രുക്മിണി ശശിയെ വിളിക്കുന്നത്. താനും ഭരതനും തമ്മിലുള്ള വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് രുക്മിണി ശശിക്ക് കൊടുത്തു. ഫോട്ടോ ആൽബം നാട്ടിലെ വീട്ടിലുണ്ട്.
മുന്നിലുണ്ട് എന്നും അവർ പറഞ്ഞു. അതോടെ കാര്യങ്ങൾ പൂർത്തിയായി. ഇതിപ്പോ ലീഗലി രുക്മിണി ഭാര്യയും സരസ്വതി സെറ്റപ്പും ആയ പോലായി എന്ന കൂട്ടത്തിലൊരാൾ കമന്റ് പറയുകയും ചെയ്തു. ഭരതനാണെങ്കിൽ താനാകപ്പെട്ടല്ലോ എന്ന തരത്തിൽ അസ്വസ്ഥനാവുന്നുമുണ്ടായിരുന്നു. പിന്നീട് ഭരതനെ ബാത്റൂമിൽ കൊണ്ടുപോവാൻ ശശിമുറിയിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛനുമായി ശശി സംസാരിച്ചു. അമ്മയെ വിവാഹം കഴിച്ചപ്പോ അച്ഛനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറുന്നില്ലേ, ഒരു വിവാഹ ഫോട്ടോ എങ്കിലും എടുക്കാറുന്നില്ലേ എന്ന തരത്തിൽ ശശി ചോദിച്ചു. അന്നത്തെ കാലമല്ലായിരുന്നോടാ അത്, ഞാൻ പറഞ്ഞതല്ലേ എന്ന മട്ടില് ഭരതൻ തിരികെ ചോദിച്ചപ്പോ എന്നിട്ട് രുക്മിണിയെ വിവാഹം കഴിച്ചപ്പോ ഒക്കെ കറക്റ്റായി ചെയ്തല്ലോ എന്ന് അച്ഛനോട് ശശി ചോദ്യം ചെയ്തു. ഒരിക്കൽ പറ്റിയ അബദ്ധം ആരെങ്കിലും രണ്ടാമത് ആവർത്തിക്കോടാ എന്ന തരത്തിലായിരുന്നു ഭരതന്റെ മറുചോദ്യം. ശശി ആകെ അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. ഭരതനാണെങ്കിൽ രുക്മിണിയെയും സരസ്വതിയെയും എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മയപ്പെടുത്താനുള്ള ശ്രമവും തുടങ്ങി. മൊത്തത്തില് പ്രശ്നബാധിത പ്രദേശമായി ആ വീട് മാറി. ഓരോരുത്തരും ഓരോ തരത്തിൽ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ലത പച്ചക്കറി നന്നാക്കിക്കൊണ്ടിരിക്കെ രുക്മിണി അങ്ങോട്ടേക്ക് വന്നു. ലതയ്ക്കൊപ്പം ഇരുന്ന് രുക്മിണി സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹമെന്ന് ലത ചോദിച്ചപ്പോ പത്രത്തിൽ പരസ്യം കണ്ടതാ എന്നായിരുന്നു രുക്മിണി പറഞ്ഞത്. വിശദമായി ചോദിച്ചപ്പോ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് വിവാഹം ആലോചിക്കുന്നെന്ന തരത്തിൽ പത്രത്തിൽ പരസ്യം കണ്ടെന്നും അച്ഛനത് ആലോചിച്ചുറപ്പിക്കുകയായിരുന്നു എന്നും രുക്മിണി പറഞ്ഞു. അച്ഛൻ മൊത്തത്തിൽ ഊടായ്പായിരുന്നുവെന്നും അത്തരത്തിലാണ് അച്ഛൻ രുക്മിണിയെ വിവാഹം കഴിച്ചത് എന്നും അറിഞ്ഞതോടെ ഏവരും ഞെട്ടുന്നുണ്ട്. പുറത്തു വന്നിരുന്ന് ലതയും ശാന്തിയും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. സരസ്വതിയാണെങ്കിൽ ചോറ് വെക്കുന്നുമുണ്ട്. അവരുടെ സംസാരത്തിൽ രുക്മിണിയാണ് അച്ഛന്റെ ലീഗൽ വൈഫെന്നും അമ്മ അവിഹിതമാണ് എന്ന തരത്തിലുമൊക്കെ സംസാരം വന്നു. ദേഷ്യം കൊണ്ട് വിറച്ച സരസ്വതി രണ്ടു മക്കളെയും അവിടെ നിന്ന് ഓടിക്കുകയാണ്. ഭരതന് കന്നി കൊടുക്കാൻ സരസ്വതി ചെല്ലുമ്പോ സരസ്വതിനെ വിഷം കലർത്തി തന്നെ കൊന്നേക്കുമോ എന്ന ഭയം ഭരതന് വന്നു. ഭരതൻ അതുകൊണ്ട് തന്നെ കുറച്ചു കന്നിയെടുത്ത് പൂച്ചയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ്. ശേഷം ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആ കന്നി കുടിക്കുന്നത്. ഇതേ സമയം അജയനും അരുണുമാണെങ്കിൽ നല്ല കൂട്ടുകാരുമായി പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അരുൺ ഉഴപ്പനും കാര്യഗൗരവമൊന്നും ഇല്ലാത്തവനുമാണെങ്കിലും അജയൻ അങ്ങനായിരുന്നില്ല. PSC പരീക്ഷകൾക്കൊക്കെ ശ്രമിക്കുകയും നന്നായി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പയ്യനായിരുന്നു. അവർ തമ്മിൽ ഒന്നിച്ച് പുറത്തു നിൽക്കുന്നതൊന്നും സംസാരിക്കുന്നതുമൊന്നും ശാന്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ശാന്തി എന്ന് അരുണ വിളിച്ച് വഴക്കു പറഞ്ഞു. പിന്നാലെ കൊപ്രയ്ക്കായി തേങ്ങ നന്നാക്കി എടുക്കുന്ന സമയം ശശിയും അളിയന്മാരും കൂടി സംസാരിച്ചു. നിലവിലിപ്പോ കാര്യങ്ങൾ കൈവിട്ടുപോയി നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുമ്പേ വക്കീലിനെ കണ്ട് ഒരു നീക്കുപോക്ക് നടത്തിവെക്കാം എന്ന തരത്തിലൊരു ചർച്ച വന്നു. വക്കീലിന്റെ അടുത്ത് നിന്ന് വിഷയം പുറത്തേക്ക് ലീക്കാവുമോ എന്ന പേടി ശശി പറഞ്ഞെങ്കിലും അളിയന്മാരുടെ നിർബന്ധം കൊണ്ട് വക്കീലിനെ കാണുവാൻ ശശി തീരുമാനിക്കുകയാണ്. പക്ഷേ വക്കീല് പറഞ്ഞത് ലീഗലി രുക്മിണിക്കും മകനുമാണ് പൂർണ്ണ അവകാശമെന്നും അവരുടെ ബന്ധം തെളിയിക്കാൻ രേഖയൊന്നുമില്ലാത്തതുകൊണ്ട് കേസിന് പോയ രുക്മിണി മകനും ജയിക്കുകയുള്ളൂ എന്ന തരത്തിലുമായിരുന്നു. കൂട്ടത്തിൽ അച്ഛനെ പറഞ്ഞ് എങ്ങനെങ്കിലും കുപ്പിയിലാക്കി മരിച്ചു പോകുന്നതിന് മുമ്പ് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ നോക്ക് എന്നൊരു ഉപദേശവും വക്കീൽ അവർക്ക് വെച്ചുകൊടുത്തു. നിരാശരായിട്ടായിരുന്നു ശശിയും അളിയനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ആ സമയമാണ് കമ്മിറ്റിയിലെ മധു കോൾ ചെയ്യുന്നത്. പൂജ നടത്താൻ ഇനി ശശിയുടെ വീട്ടിലേ ഉള്ളൂ. ശശിയാണെങ്കിൽ പൂജയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. മധു അതും പറഞ്ഞ് ശശിയോട് ദേഷ്യപ്പെട്ടു. അച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്നിട്ട് കുറെ ദിവസമായില്ലേ, ആ വെളിച്ചപ്പാട് വന്ന് തുള്ളിയിട്ട് പോയ നിനക്കെന്താ പ്രശ്നം എന്ന തരത്തിലായിരുന്നു മധു സംസാരിച്ചത്. എങ്ങനെയെങ്കിലും തന്നെ ഊരിത്തരാനും തന്റെ അവസ്ഥ മോശമാണെന്നുമൊക്കെ ശശി പറഞ്ഞു നോക്കിയെങ്കിലും മധു ഉറച്ചു നിന്നു. ഒടുവിൽ ശശി തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. മധുവിനെ കൊണ്ട് ആ കോൾ ചെയ്യിപ്പിച്ചത് കൂടെ നിന്നിരുന്ന സുഭാഷ് ആയിരുന്നു. എന്തോ പ്രശ്നമില്ലേ എന്ന തരത്തിൽ സുഭാഷ് മധുവിനോട് ചോദിക്കുന്നുമുണ്ട്. അന്ന് രാത്രിയിൽ അച്ഛനടുത്ത് പോയി ശശി സംസാരിച്ചു. അച്ഛൻ തങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചിന്തിക്കണമെന്നും ഉള്ള സ്വത്തുക്കൾ മുഴുവൻ തങ്ങൾക്ക് മാത്രമായി വീതിച്ചു തരണം എന്നും ശശി ആവശ്യപ്പെട്ടു. പക്ഷേ ഭരതൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കാൻ തനിക്ക് പറ്റില്ലെന്നും അവർക്ക് അവിടെ മറ്റാരുമില്ല, ബന്ധുക്കൾ പോലുമില്ല, അവരിപ്പോ താമസിക്കുന്നത് ഒരു വാടക വീട്ടില എന്ന തരത്തിലുമായിരുന്നു. ശശി പിന്നാലെ ആർഭാടത്തോടെ ജീവിക്കാനല്ലത് ചോദിക്കുന്നേ. ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട്. ഗോപന് പ്യൂൺ ജോലി കിട്ടുവാൻ പണമടയ്ക്കണം, പിന്നെ ശാന്തിക്കുള്ളത് അവൾക്കും കൊടുക്കണ്ടേ. ഇപ്പോ ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും അവന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോ അരുൺ വന്ന് എന്നോട് ചോദിക്കില്ലേ. ശശി കാര്യങ്ങൾ അച്ഛനോട് വീണ്ടും വിശദീകരിച്ചു. നേർവഴിക്കാണെങ്കിൽ ആരുമൊന്നും പറയില്ലായിരുന്നു, ഇതിപ്പോ അങ്ങനല്ലല്ലോ എന്നും ശശി പറയുന്നുണ്ട്. ഭരതൻ പറഞ്ഞു, നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാടാ, അവരല്ല. രണ്ടും പാവം പിടിച്ചതുങ്ങളാ. മാസാമാസം ഞാൻ അയച്ചു കൊടുക്കുന്ന ചെറിയ തുക കൊണ്ടാ അവര് കഴിഞ്ഞു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവസ്ഥ. ആ ജോലിയാണേ അവന്റെ ജോലി ശരിയാവുന്നവരെ താൻ അവന് ചെലവിന് കൊടുത്തോളാം എന്ന് ശശി പറയുവാണ്. പക്ഷെ അതൊരു സൊല്യൂഷൻ ആവുന്നില്ലല്ലോ എന്ന് ഭരതൻ പറയുമ്പോഴും ശശി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഭരതനെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ അതൊക്കെ മതിയെന്ന് പറഞ്ഞ് ശശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അടുത്ത ദിവസം വീട്ടിലെ ചെലവിന് രുക്മിണി കുറച്ച് പണം കൊടുത്തിരുന്നു. ശശി അത് വാങ്ങാൻ മടിച്ചപ്പോ ലത ശശിയെ ചീത്ത വിളിച്ച്, നീ ഒരുപാട് ത്യാഗമൊന്നും ചെയ്യണ്ട, അവരും ഇവിടെ ജീവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് പണം ശശിയുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. ശശിയും അരുണും കൂടിയായിരുന്നു സാധനം വാങ്ങാൻ പുറത്തു പോയത്. അവർ ചിക്കൻ വാങ്ങാൻ പോവുകയും ചെയ്തു. ആ സമയം അതുവഴി വന്ന സുഭാഷ്
ശശിയെയും അരുണിനെയും കാണുകയും ചെയ്തിരുന്നു. വീട്ടിലേക്ക് ശശി ചിക്കൻ മേടിച്ചു കൊണ്ടുപോയത് കണ്ടതും സുഭാഷ് നേരെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്നു. മധുവിനോട് സംസാരിച്ചു. ആ ശശിചേട്ടൻ വീട്ടിലേക്ക് ചിക്കൻ മേടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇപ്പോ ഒരു കുഴപ്പമില്ല. പൂജ നടത്തുന്ന കാര്യം ചോദിക്ക് എന്നായി സുഭാഷ്. ശശിയെ ന്യായീകരിച്ച് മധു സംസാരിച്ചെങ്കിലും പ്രസാദും ഇടപെട്ടു. ശശിചേട്ടൻ എല്ലാത്തിനും മുങ്ങി നടക്കുവാണെന്നും എന്തോ പന്തികേടുണ്ട് എന്നും പ്രസാദ് പറഞ്ഞു. സുഭാഷ് അത് ഏറ്റുപിടിച്ചതോടെ മധുവിനും അത് അങ്ങനാണെന്ന് തോന്നി. പിന്നാലെ പ്രസാദിനെ കൊണ്ട് ശശിയെ വിളിപ്പിക്കുകയാണ്. വീട്ടിലെ പൂജ നടത്താൻ എപ്പോ വരണം എന്ന തരത്തിലായിരുന്നു പ്രസാദ് ചോദിച്ചത്. വീണ്ടും ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ കമ്മിറ്റിയിൽ വന്ന് പറയാം എന്ന് പറഞ്ഞ് ശശി ഫോൺ കട്ട് ചെയ്തു. പിന്നാലെ ശശി നേരെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്കും എത്തി. തന്റെ ഭാഗം ന്യായീകരിച്ച് ശശി സംസാരിക്കാൻ തുടങ്ങിയപ്പോ മറ്റുള്ളവർ എതിർക്കുന്നുണ്ടായിരുന്നു. പണത്തിനു വേണ്ടിയാണ് ഇന്നാ പണം എന്ന് പറഞ്ഞ് ശശി പണവും മുമ്പിലേക്ക് വെച്ചപ്പോ പണത്തിന്റെ കാര്യം മാത്രമല്ല, പൂജ ചെയ്യാൻ വേണ്ടി തുടങ്ങി വെച്ചത് ശശിയാണ്. ശശി ഇതിന്ന് പിന്നോട്ടടിക്കുമ്പോൾ ഡൗട്ടുണ്ട് എന്ന തരത്തിൽ അവർ സംസാരിച്ചു. സെക്രട്ടറിയായിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്ന തരത്തിലും സംസാരം വന്നു. ഇതിനിടയിൽ ശശിയുടെ വീട്ടിൽ കുഴപ്പമുണ്ടെന്ന തരത്തിൽ സുഭാഷ് കോലിട്ടിളക്കാൻ കൂടി വന്നതോടെ ശശിക്ക് ദേഷ്യം വരികയാണ്. സുഭാഷുമായി പിടിവലിയുണ്ടായി. ഒടുവിൽ മധുവും പ്രസാദും വന്നായിരുന്നു അവരെ പിടിച്ചുമാറ്റിയത്. താൻ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണെന്നും ഇനി ഈ പേരും പറഞ്ഞ് ആരെങ്കിലും എന്റെ വീടിന്റെ പടി ചവിട്ടിയ മുട്ടുകാല് തല്ലിയൊടിക്കും എന്നും പറഞ്ഞ് ശശി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിലെത്തുമ്പോൾ ശശിയോട് സിറ്റൗട്ടിലിരിക്കുകയായിരുന്ന അച്ഛൻ തന്നെ ഒന്ന് പുറത്തേക്കിറങ്ങാമോ എന്ന് ചോദിച്ചു. ആകെ പിടിവിട്ട് ദേഷ്യം വന്നിരുന്ന ശശി അന്ന് അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പേരിൽ അച്ഛനോട് ദേഷ്യപ്പെട്ടു. നാട്ടുകാരറിയൂ എന്ന് പേടിച്ച ജീവിക്കുന്നത് എന്ന തരത്തിൽ സംസാരിച്ചു. ഇനി എന്തെങ്കിലും ബോംബ് പൊട്ടിക്കാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയാമോ എന്നും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾ കഷ്ടപ്പെടുന്നതും മറ്റും ഭരതൻ നോക്കിക്കണ്ടു. അയാൾ നിസ്സഹായനുമായിരുന്നു. ഇതേ സമയം അടുക്കളയിലാകട്ടെ രുക്മിണി ചിക്കൻ കറി വെക്കുകയാണ്. ആ സമയത്താണ് രുക്മിണി ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭരതനേറെ ഇഷ്ടമാണ് എന്ന് രുക്മിണി പറയുന്നത്. വീട്ടിൽ ചിക്കൻ കൂട്ടാത്ത ആളായി വാശിയിൽ അഭിനയിക്കുന്ന അച്ഛൻ രുക്മിണിക്കടുത്ത് ചെന്ന് നല്ല രീതിയിൽ ആസ്വദിച്ച് ചിക്കൻ കഴിക്കുമെന്ന് കേട്ടതും ഏവരും ഞെട്ടിയിരുന്നു. അന്ന് ഭക്ഷണം കൊടുക്കാൻ നേരം സരസ്വതി ഭരതനോട് ചീത്ത പറഞ്ഞു. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ നിങ്ങൾ കളവ് പറയായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അത്. ഭരതൻ മറുപടി പറയാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് ഒന്ന് സംഭവിച്ചു. കമ്മിറ്റിക്കാർ തീരുമാനിച്ച് വെളിച്ചപ്പാടുമായി നേരെ ശശിയുടെ വീട്ടിലേക്കെത്തി. ബാക്കി എല്ലായിടത്തും പൂജ നടത്തിയെന്നും അവിടെ നടത്താതിരിക്കാൻ പറ്റില്ലെന്നും തടയാൻ വന്ന ശശിയോട് അവർ പറഞ്ഞു. ചെറിയ ഭയത്തോടെ രുക്മിണിയും അജയനും മുകളിലെ മുറിയിൽ ഉണ്ടായിരുന്നു. കമ്മിറ്റിക്കാരും വീട്ടിലെ ആളുകളും തമ്മിൽ ഒച്ചയും ബഹളവും കേട്ട് നാട്ടുകാരും കൂടാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടതും പൂജയ്ക്കായി വെളിച്ചപ്പാടിനെ കയറ്റാൻ അനുവദിച്ച് ശശി മാറി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെ ആരെയും ശശി വീട്ടിലേക്ക് കയറ്റിയതുമില്ല. വെളിച്ചപ്പാട് വീട്ടിലെ ഓരോ മുറികളിലും തുള്ളി. ഒടുവിൽ തട്ടുംപുറത്തെ മുറിയിലുമെത്തി അവിടെയും തുള്ളിയിരുന്നു. അജയനെയും രുക്മിണിയെയും വെളിച്ചപ്പാട് കാണുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും വെളിച്ചപ്പാടിന് കുഴപ്പമുണ്ടായിരുന്നില്ല. തിരികെ താഴെ വന്ന് ഏവരെയും അനുഗ്രഹിക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്ന അരുണിനെ വെളിച്ചപ്പാട് കാണുന്നത്. അതോടെ വെളിച്ചപ്പാടിന് സംശയമായി. എങ്കിലും അവിടെ വെച്ച് കൺഫ്യൂഷനിലായിരുന്നതുകൊണ്ട് വെളിച്ചപ്പാടൊന്നും പറഞ്ഞതുമില്ല. പിന്നാലെ ചായക്കടയിലിരുന്ന് സംസാരിക്കുമ്പോൾ തനിക്ക് തോന്നിയ സംശയത്തിന്റെ കാര്യം വെളിച്ചപ്പാട് അവിടെ വെച്ച് പറയുകയാണ്. കേൾക്കേണ്ട താമസം സുഭാഷ് അത് ഏറ്റുപിടിച്ചു. ഏവരെയും വിളിച്ചു ചേർത്ത് നേരിട്ട് പോയി ഇത് പൊളിക്കണം എന്ന് സുഭാഷ് പറയുകയും ഏവരുമായി പുറപ്പെടാൻ തയ്യാറാവുകയുമാണ്. മറുവശത്ത് ഇതേ സമയം വീട്ടിൽ കളിക്കാനിറങ്ങിയ പേരക്കുട്ടികളോട് തന്നെ ഒന്ന് വീടിന് പുറത്തേക്കിറക്കാമോ എന്ന് ഭരതൻ ചോദിച്ചു. പേരക്കുട്ടികളും അതിന് സമ്മതിച്ച് വീൽ ചെയറിൽ ഉണ്ടായിരുന്ന ഭരതനെ പറമ്പിലേക്കിറക്കി. പറമ്പിലെത്തിയതും അവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ട് ഭരതൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വീൽ ചെയർ ഒരിടത്ത് ലോക്ക് ചെയ്തു വെച്ച് കുട്ടികൾ കളിക്കുവാൻ മാറി. ഭരതൻ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവിടെ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങിയത്. ഭരതൻ ഇരിക്കുന്നതാണെങ്കിൽ തെങ്ങിന്റെ ചുവട്ടിലും വീഴാനായി ഒരു തേങ്ങാക്കുല ആടുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഭരതൻ ഭയപ്പെട്ടു. വീൽ ചെയർ മുമ്പോട്ട് നീക്കാൻ നോക്കിയെങ്കിലും ലോക്കായ വീൽ ചെയറിന്റെ ലോക്ക് അഴിക്കാനോ മുമ്പോട്ട് നീക്കാനോ പാരലൈസ്ഡ് ആയ ഭരതന് പറ്റുന്നുണ്ടായിരുന്നില്ല. മക്കളെയൊക്കെ വിളിക്കാൻ നോക്കിയെങ്കിലും പറമ്പിന് നടുവിലായതുകൊണ്ട് ആരും കേൾക്കുന്നുമില്ല. അയാൾ വെപ്രാളപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ആസന്നമായ മരണത്തിന് അയാൾ തയ്യാറെടുത്തു. തന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയെന്ന പോലെ അയാൾ അത് ഏറ്റുവാങ്ങിയെന്ന് വേണം കരുതാൻ. തേങ്ങ തലയിൽ വീണ് ഭരതൻ കൊല്ലപ്പെട്ടു. ഏവരെയും കൂട്ടി സുഭാഷും സംഘവും എത്തിയപ്പോഴേക്കും ഭരതൻ നായർ മരണപ്പെട്ടതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളുടെ കാര്യങ്ങൾ നോക്കാനല്ലാതെ അവർക്കൊന്നും പറ്റുമായിരുന്നില്ല. പുറത്തു വന്ന് അവസാനമായി അച്ഛന്റെ മൃതദേഹം പോലും കാണാൻ പറ്റാതെ അജയനും ഭർത്താവിന്റെ മുഖം അവസാനമായി കാണാൻ പറ്റാതെ രുക്മിണിയും പൊട്ടിക്കരഞ്ഞ് വിഷമിച്ച് തട്ടിമ്പുറത്തെ മുറിയിലിരുന്നു. മരണാനന്തര ചടങ്ങുകൾ പുരോഗമിക്കുകയായിരുന്നു. അവസാനമായി അച്ഛന് ചിതയൊരുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ഒന്ന് കാണുവാൻ അജയൻ ജനൽ തുറന്നു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരെങ്കിലും കണ്ട അവർക്ക് പ്രശ്നമാവുമെന്ന് കരുതി രുക്മിണി
രുക്മിണി ജനലടയ്ക്കാൻ അജയനോട് ആവശ്യപ്പെട്ടു. വേദനയോടെ ഇരുവരും കരയുന്നുണ്ടായിരുന്നു. വൈകാതെ ചിത കത്തിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ശശിയും സഹോദരങ്ങളും അളിയന്മാരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അജയനും രുക്മിണിയും ഇല്ലാത്തത് ശശിയെ ബുദ്ധിമുട്ടിലാക്കി. കരഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്ന അമ്മയ്ക്കടുത്തേക്ക് ശശി ഒന്ന് തിരിഞ്ഞു നടന്നു. അമ്മയെന്ന് അമ്മയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്ന് വിളിച്ചു. സരസ്വതി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവരെ പോയി വിളിച്ചോണ്ടുവാ എന്ന് സരസ്വതി ശശിയോട് പറഞ്ഞു. ശശി പോയി രുക്മിണിയെയും അജയനെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. അവരുമായി വരുന്ന ശശിയെ കണ്ടതും കമ്മിറ്റിക്കാരും നാട്ടുകാരുമൊക്കെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു. ശശി തന്നെ അവസാനമായി അച്ഛന്റെ മുഖം രുക്മിണിയെയും അജയനെയും കാണിച്ചു. ചിത കത്തിക്കുന്ന ദൗത്യം കൂടി അജയന് കൈമാറാൻ ശശി ഒരുങ്ങിയെങ്കിലും രുക്മിണി സമ്മതിച്ചില്ല. നീയാണ് അദ്ദേഹത്തിന്റെ ആദ്യ മകൻ എന്ന് പറഞ്ഞ രുക്മിണി ശശിയോട് തന്നെ അത് പ്രവർത്തിക്കാൻ പറഞ്ഞു. വൈകാതെ ആ ചടങ്ങുകൾ പൂർത്തിയായി. പിന്നീട് 16 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. രുക്മിണി ശശിക്കടുത്ത് വന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ തിരികെ പൊക്കോട്ടെ മോനെ എന്ന് തരുത്തി ചോദിച്ചു. അങ്ങോട്ട് പോയാ സഹായിക്കാൻ ആരേലുമുണ്ടോ എന്നായിരുന്നു ശശിയുടെ മറുചോദ്യം. ആളുകളൊക്കെ ഉണ്ട്, സഹായിക്കുമെന്നറിയില്ലെന്ന് രുക്മിണി പറഞ്ഞു. എന്തായാലും ടിക്കറ്റ് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ ശശി അവിടെ നിന്ന് പോന്നു. 40ന്റെ ചടങ്ങുകൾക്ക് വരില്ലേ എന്ന് ശശി ചോദിച്ചപ്പോ ഞങ്ങൾ വന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നായിരുന്നു രുക്മിണി തിരികെ ചോദിച്ചത്. മറുവശത്ത് അജയനും മരണും സംസാരിക്കുകയായിരുന്നു. പരസ്പരം പിരിയുന്നതിൽ അവർക്കും ദുഃഖമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ശാന്തി വന്നവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എപ്പോഴും ദേഷ്യം കാണിച്ചിരുന്ന ശാന്തി അന്ന് സ്നേഹത്തോടായിരുന്നു അജയനോട് ഇടപഴകിയത്. അവരോടുള്ള ദേഷ്യമൊക്കെ വീട്ടിലെ ഏവർക്കും പോയി കഴിഞ്ഞിരുന്നു. ഇതേ സമയം മറുവശത്ത് പോകുവാൻ വേണ്ടി വസ്ത്രങ്ങളും മറ്റും രുക്മിണി പാക്ക് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടേക്ക് സരസ്വതിയമ്മ കയറി വന്നു. രുക്മിണിയോട് സംസാരിച്ചു. 41 വന്ന ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചെന്ന് കേട്ടു. അത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ എന്തായാലും അന്നിവിടെ ഉണ്ടാകണം സരസ്വതിയമ്മ പറഞ്ഞപ്പോ രുക്മിണിക്കൊരു ആശ്വാസം തോന്നി. സരസ്വതിയമ്മ വീണ്ടും പറഞ്ഞു, പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ? ഇവിടുള്ളവർക്കൊക്കെ പലതരം ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്കുമുണ്ട്. അവകാശപ്പെട്ടത് ഓരോരുത്തർക്കും നമുക്കങ്ങ് കൊടുത്താലോ? രുക്മിണിയമ്മ ഒരു ഞെട്ടലോട് ചോദിച്ചു. നമുക്കോ? മൂപ്പർക്ക് സുഖൂലാന്ന് പറഞ്ഞപ്പോ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോ അങ്ങിറങ്ങി വന്നതാ. പിന്നിവിടെ എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പോതേ മൂപ്പരും പോയി. നാളെ ഞാനും മോനും നാട്ടിലേക്ക് പോവും. അതിനപ്പുറത്തേക്കൊരു അവകാശം എടുക്കാനോ കൊടുക്കാനൊന്നും ഞാനും എന്റെ മോനുമില്ല. അങ്ങനല്ല, ഇത് നിങ്ങൾക്കൂടി അവകാശപ്പെട്ടതല്ലേ? എന്ത് അവകാശാന്ന് സരസ്വതിക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. തന്റെ വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്ത് രുക്മിണി അത് കീറിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനല്ലേ? എന്നാൽ ഞാനങ്ങനല്ല, സരസ്വതി കണ്ണീരോടെ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞത് ഈ കടലാസിനെ പേടിച്ചിട്ടല്ല. ഒന്നുമില്ലാതെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാ പെട്ടുപോകുമെന്ന് ആലോചിച്ചിട്ട്. ഒരു നിമിഷം അവിടെ നിശബ്ദത നിറഞ്ഞു. രുക്മിണിയുടെ കൈപിടിച്ച സരസ്വതി പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പോവണ്ട. രുക്മിണിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഇരുവരുടെയും മുഖത്ത് ഒരു ചിരി വന്നു. ആ സമയമായിരുന്നു ശശി അങ്ങോട്ടേക്ക് കേട്ടുകൊണ്ട് കയറി വരുന്നത്. നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് ശശി പറഞ്ഞു. രുക്മിണിയമ്മയും സരസ്വതിയമ്മയും ചിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി. രണ്ടു കുടുംബങ്ങളും സന്തോഷത്തോടെ ഒന്നു ചേർന്ന് അവിടെ ജീവിക്കാൻ ആരംഭിച്ചു. അരുണും അജയനും വീട്ടിൽ അടച്ചിരിക്കുന്നത് നിർത്തി. ഇരുവരും ഒന്നിച്ചായിരുന്നു വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പുറത്തു പോകുന്നത്. ചൊറിയാൻ വരുന്ന സുഭാഷിനും മറ്റുള്ളവർക്കും അരുണിന്റെ വായിൽ നിന്ന് നല്ല തെറിയും കേട്ടു തുടങ്ങി. അത് കേട്ട സുഭാഷ് എളിപ്പനാവുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഒരുപാട് കോമഡി നിറഞ്ഞ ഈ ചലച്ചിത്രം മനോരമ മാക്സിൽ നിന്നോ ആമസോൺ പ്രൈമിൽ നിന്നോ കാണാൻ ശ്രമിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.